കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം എന്ന ബുക്കിൽ വായിച്ചിട്ടുള്ളത്, ഇപ്പം മാരകപാപത്തോടെ മരിക്കുന്ന ആൾ ആ സെക്കൻഡിൽ തന്നെ നരകത്തിൽ പോകുന്ന അത് ഒരായിട്ട്. അപ്പം ബ്രദർ ഇപ്പോൾ ഒരു പാപിയും നരകത്തിൽ പോകത്തില്ല എന്ന് പറഞ്ഞതും ഇതുമായിട്ടൊരു കോൺട്രഡിക്ഷൻ. അപ്പോൾ ഒന്ന് വിശദീകരിച്ചു തരാം. താങ്ക് യു. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇങ്ങനെ പറയുന്നു എന്ന് സിസ്റ്റർ പറയുന്നു. എന്താ പറയുന്നത്? മാരകമായ പാപത്തിൽ മരിക്കുന്ന ഒരാൾ ഉടനെ നരകത്തിൽ പോകും. അത് കുറച്ചുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ, മാരകമായ പാപത്തിൽ ക്രിസ്തുവിനെ തിരസ്കരിക്കുകയും പശ്ചാത്തപിക്കാതെ മരിക്കുകയും ചെയ്യുന്നവരാണ് നരകത്തിൽ പോകുന്നത്. 3 കാര്യം വേണ്ട. എന്താണ് നരകത്തിൽ പോകുന്നതിൻ്റെ ആവശ്യമായ അവസ്ഥ? ഒരാൾ നരകത്തിൽ പോവുക എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിലൂടെ വന്നിരിക്കുന്ന ഈ രക്ഷയെ തിരസ്കരിക്കുന്ന അവസ്ഥ. ആ തിരസ്കരിക്കുന്ന അവസ്ഥയിൽ അതോടൊപ്പം മാരകമായ പാപത്തിൽ ജീവിക്കുകയും, മൂന്നാമത് പശ്ചാത്തപിക്കാതെ മരിക്കുകയും. 3. ഇതിൻ്റെ നമ്പർ 1033. 1033 ഖണ്ഡികയിൽ അവസാനത്തെ 2 സെന്റൻസ് ഒന്ന് വായിക്കാം. മനസ്തപിച്ച് ദൈവത്തിന്റെ കരുണാർദ്ര സ്നേഹം സ്വീകരിക്കാതെയും മാരകപാപത്തിൽ മരിക്കുക എന്നതിന്റെ അർത്ഥം നമ്മുടെ സ്വതന്ത്രമായ തീരുമാനപ്രകാരം എന്നേക്കുമായി ദൈവത്തിൽ നിന്ന് വേർപെട്ട് നിൽക്കുക എന്നതാണ്. ദൈവത്തോടും വാഴ്ത്തപ്പെട്ടവരോടുമുള്ള സംസർഗത്തിൽ നിന്നും സുനിശ്ചിതമായി നമ്മെ തന്നെ വേർപെടുത്തി നിർത്തുന്ന അവസ്ഥയെ നരകമെന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത് കറക്റ്റാണ്. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്. പക്ഷേ ദൈവം എന്താഗ്രഹിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നത് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യം അറിയണമെന്നും എല്ലാവരും സ്വർഗത്തിൽ വരണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഈ പാപി ഈ മരണനേരത്തെങ്കിലും, ആ മരിക്കുന്നതിന് 1 നിമിഷമുള്ളൂ, ആ നിമിഷം വരെ അവൻ ദൈവവുമായിട്ട് മല്ലടിച്ച് നിൽക്കുകയാണ്. എനിക്ക് ദൈവം വേണ്ട, എനിക്ക് ദൈവമില്ല, ഞാനിങ്ങനെ ജീവിച്ചോളാം, എനിക്ക് നരകത്തിൽ പോണതാ ഇഷ്ടം എന്ന് പറഞ്ഞ് അവൻ നിലനിന്നാലും, അവൻ്റെ ആത്മാവിൽ ഒരു മാമോദീസ സ്വീകരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, മാമോദീസായിലൂടെ ജീവൻ്റെ മുദ്ര അവൻ്റെ ആത്മാവിൽ കുത്തിയിട്ടുള്ളതും മാമോദീസായിലൂടെയുള്ള കൃപാവരവും അന്ത്യനിമിഷത്തിലെങ്കിലും, അതോടൊപ്പം കത്തോലിക്ക സഭയുടെ അനുദിന ശുശ്രൂഷകൾ എന്തെല്ലാമാണ്? ഈ ശുശ്രൂഷകളെല്ലാം ഈ പാപിയെ എങ്ങനെയെങ്കിലും അവസാന നിമിഷത്തിലെങ്കിലും അനുതാപത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ അവൻ അങ്ങനെ മരിക്കാൻ കർത്താവ് ഇടവരുത്തില്ല. മനസ്സിലായോ? അങ്ങനെ മരിക്കാൻ കർത്താവ് ഇടവരുത്തില്ല. അങ്ങനെ മരിക്കുന്നതിന് മുൻപ് തന്നെ അവസാന നിമിഷം പോലും അവന് അനുതപിക്കാനുള്ള ആ അവസരം കർത്താവ് കൊടുക്കുകയാണ്. അതിനുവേണ്ടി അവൻ്റെ വിശ്വാസം മന്ദീഭവിച്ചിരിക്കുമ്പോൾ മറ്റ് വിശ്വാസികളുടെ വിശ്വാസത്തിലൂടെ, അതാണ് വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് മധ്യസ്ഥം എന്ന് പറയുന്നത്. നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പ്രാർത്ഥിക്കുന്നതൊന്നും ശരിയായ ഒരു മധ്യസ്ഥമല്ല. മോൾക്ക് വിസ കിട്ടാനും മോന് ജോലി കിട്ടാനും വീട് കിട്ടാൻ ഇതൊക്കെ പ്രാർത്ഥിച്ചോ, പക്ഷെ അതൊന്നും അല്ല മധ്യസ്ഥം. അപ്പോൾ വേറൊരു ചിന്ത വരുന്നു. ഉദാഹരണത്തിന് 4 കന്യാസ്ത്രീമാർ ഒരു തളർവാദ രോഗിയെ ചുമന്നു കൊണ്ടുവന്നേക്കണം വിചാരിക്കും. അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിലെ 4 ആളുകൾ, അതല്ലെങ്കിൽ ഒരച്ഛനും 3 കന്യാസ്ത്രീ, ഒരച്ഛനും 2 കന്യാസ്ത്രീയും 2 അൽമായനും, പള്ളിപ്പരിഷത്ത്. എന്താണ് ഇവരുടെയൊക്കെ ജോലി?
ഇവരുടെയൊക്കെ ജോലി സ്കൂളിൽ പഠിപ്പിക്കുകയും ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ ഇതിൻ്റെ എല്ലാം അവസാനത്തെ ലക്ഷ്യമെന്താണ്? അവർ തളർവാദ രോഗിയെ, ആരാണ് ഈ തളർവാദം രോഗി എന്ന് പറഞ്ഞാൽ? വിശ്വസിക്കാതെയും ഇനി വിശ്വസിക്കാൻ സാധിക്കാത്ത അവസ്ഥ. അവൻ തളർവാദമാണ്, അവൻ്റെ ബുദ്ധിയെല്ലാം മന്ദീഭവിച്ചിരിക്കുന്നു, അവനെ വിശ്വസിക്കാൻ ഇനി സാധ്യമല്ല. അതൊന്ന് ആലോചിച്ച് നോക്ക്, ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. തളർവാദ രോഗിയെ 4 പേര് കൂടി ചുമന്നു തണ്ടിട്ട് തോളിലിടാ, നീ മുമ്പിൽ പിടിച്ചോ, ഞാൻ പുറകിൽ പിടിച്ചോളാം. ഇത് അവസാനം നമ്മുടെ പെട്ടി ചുമക്കേണ്ട കാര്യമാണ് ഇത്. ഞാൻ എപ്പോഴും ഭാവനയിൽ കാണുന്നതാണ്, എൻ്റെ പെട്ടി പൊക്കണ നേരത്തെ ഒരാൾ പറയും ഞാൻ മുമ്പിൽ പിടിച്ചോളാം, അല്ലല്ല ഞാൻ മുമ്പിൽ പിടിച്ചോളാം. ഇങ്ങനെ കോമ്പറ്റീഷനാണ്, എന്തിന്? പെട്ടി ചുമക്കാൻ. എന്ന പോലെ നമ്മളാകുന്ന അല്ലെങ്കിൽ ഒരു പാപിയാകുന്ന തളർവാദ രോഗിയെ ഈ 4 ആൾ കൂടി തോളിലിടുന്നു. തോള് കൊണ്ടുവന്നു ഒരുപാട് ദൂരം അവർ നടന്നു. എങ്ങനെയെങ്കിലും യേശുവിൻ്റെ അടുത്ത് കൊണ്ടു ചെല്ലണം. അങ്ങനെ ഒരു കണക്കിന് വന്നപ്പോൾ എന്താ, യേശുവിൻ്റെ അടുത്തേക്ക് കിടക്കാൻ പറ്റാത്ത മാതിരി അത്രയ്ക്ക് വലിയ ഒരു ജനാവലി. എന്നാ ശരി മടങ്ങിപ്പോകാം എന്ന് വിചാരിച്ചില്ല. അവര് ഭയങ്കര ഒരു അക്രമമല്ലേ ചെയ്തത്. ഏത് വല്ലവരുടെയും വീട്. അപ്പോൾ ഒരാൾ പറഞ്ഞു, നമുക്ക് എന്ത് കാരണവശാലും യേശുവിൻ്റെ അടുത്ത് ഇവനെ കൊണ്ടു ചെല്ലണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഞാനൊരു പടി പറഞ്ഞുതരാം. നമുക്ക് ആ വീടിൻ്റെ മുകളിൽ പോയിട്ട് അങ്ങ് കൂര പൊളിക്കാം. അപ്പോൾ ഒരാൾ കൂര പൊളിക്കും, പോലീസ് പിടിക്കില്ലേ, അയാൾ കേസ് കൊടുക്കൂലേ? എന്തായാലും അതൊക്കെ നമുക്ക് പിന്നെ കാണാം, ഇപ്പം ഇവനെ രക്ഷിക്കുക. അപ്പം എന്താണ് ഈ കൂര? ഈ കൂര എന്താ? ഈ കൂരയാണ് ഒരുവൻ്റെ രക്ഷയിലേക്ക് തടയാവുന്ന ഈ ലോകത്തിൻ്റെ എല്ലാമാണ് ആ കൂര. അതിനെ പൊളിച്ചു. പ്രൈസ് ദ ലോർഡ്. അവരൊന്നും ചിന്തിക്കുന്നില്ല, പോലീസ് പിടിക്കുന്നോ കേസാവുന്നോ. ഇതൊക്കെ കുറച്ച് ദിവസം മുമ്പ് മാർപ്പാപ്പ പറഞ്ഞതാണ് കേട്ടോ. അവർ ഇതൊന്നും ആ നേരത്ത് ചിന്തിക്കുന്നില്ല. ഭയങ്കര റിസ്ക്കാണ് ഇല്ലേ? ഈ റിസ്ക് എടുത്തുകൊണ്ട് അവർ കൂര പൊളിച്ച് താഴോട്ടങ്ങ് ഇറക്കി. ഇനി അതൊരു നാടകീയമായിട്ടൊന്ന് കാണുക. അവർ താഴോട്ട് വന്നിട്ടില്ല, അവർ മുകളിൽ തന്നെ നിൽക്കുകയാണ്. ഈ ബഹളം കണ്ട് ഈ ഇതൊക്കെ താഴോട്ട് വീഴുന്ന കണ്ട് കർത്താവ് നോക്കുമ്പോൾ എന്താ നോക്കണേ? അവിടെ 4 പേര് അവരുടെ ജ്വലിക്കുന്ന കണ്ണുകൾ 8 ബൾബുകൾ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. കർത്താവേ, ഞങ്ങൾക്ക് നല്ല വിശ്വാസമാണ്, നീ ഇവനെ രക്ഷിക്കും. എന്താണ് വചനം പറയുന്നത്? അവരുടെ വിശ്വാസം കണ്ടിട്ട് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങളൊന്ന് പറഞ്ഞു. എന്ത് പറഞ്ഞു? നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു. പിന്നെ എന്ത് പറഞ്ഞു? നിന്റെ കിടക്കയും എടുത്ത് നടക്കുക. പിന്നെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവിടെ? ഇല്ല. അവിടെ വളരെ പ്രധാനമായ ഒരു ചെറിയ വാക്ക് നിങ്ങൾ വിട്ടുപോയി. എന്താണ്? മകനെ. ആദ്യം പറഞ്ഞത് എന്താ? മകനെ. ആ വാക്കാണ് അതിൽ പ്രധാനം. മകനെ, മകനെ. അവൻ എങ്ങനെ മകനായി? അവൻ ഏറ്റവും വലിയൊരു പാപിയാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞു നിന്റെ പാപം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അവൻ പാപിയാണെങ്കിലും പ്രഥമേന അവൻ ആരാ? മകനാണ്. മകനെ, നിന്റെ പാപങ്ങൾ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇത് കർത്താവ് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് തളർവാദ രോഗിയായി തളർന്ന് ബുദ്ധി മരവിച്ച് പാപകരമായ അവസ്ഥയിൽ കിടക്കുന്ന അവൻ്റെ വിശ്വാസം കൊണ്ടാണോ അവൻ്റെ പാപം ഇപ്പോൾ ക്ഷമിക്കപ്പെടുന്നത്? പ്രൈസ് ദ ലോർഡ്.
ഇതാണ് വിശ്വാസികളുടെ കൂട്ടായ്മയുടെ ശക്തി. വിശ്വാസികളുടെ കൂട്ടായ്മയ്ക്ക് ഇങ്ങനെ ഒരു ആനുകൂല്യമുണ്ട്. വിശ്വാസികളുടെ കൂട്ടായ്മയാണ് കർത്താവ് ഈശോ മിശിഹ എല്ലാവർക്കും വേണ്ടി പാപപരിഹാരം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ കുറച്ച് പേർക്ക് ഇത് അറിഞ്ഞുകൂടാ. എന്നാൽ അറിവുള്ളവരുടെ വിശ്വാസത്തിലൂടെ ഈ അറിവില്ലാത്തവന് ഇത് കിട്ടാനുള്ള അവകാശമുണ്ട്. മനസ്സിലായോ? ശരിയാണ്, അവൻ മരിച്ചിട്ടില്ല. അവൻ മരിക്കുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവല്ലേ ഇതെല്ലാം ഉണ്ടാക്കിയത്. ഈ 4 പേർക്ക് ആ തീഷ്ണത കൊടുത്ത് അവനെ ചുമന്ന് കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാനും അവിടെ ചെന്നിട്ട് അവർക്ക് അവിടെ കയറാൻ പറ്റാണ്ടായപ്പോൾ പരിശുദ്ധാത്മാവരുടെ ഹൃദയത്തിൽ ഈ കരുത്ത് കൊടുത്തു, ഈ ധൈര്യം കൊടുത്ത്, നീ അവരുടെ കൂര പൊളിച്ചായാലും ഇവരെ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലണം. അതാണ് നമ്മളുടെ ചില അമ്മച്ചിമാരൊക്കെ, ചില ആൾക്കാർ മരിക്കാൻ പോകണമെന്ന് കേൾക്കുമ്പോഴേക്കും രാത്രി മുഴുവനും ഇരുന്നു കൊണ്ട് കൊന്ത ചൊല്ലുകയും കരണക്കൊന്ത ചൊല്ലുകയും ഉപവസിച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അയാൾ അവസാന നിമിഷത്തിൽ മാനസാന്തരത്തിനുള്ള വഴി കർത്താവ് കാണിച്ചു കൊടുക്കും എന്നതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പക്ഷേ അങ്ങനെ മാനസാന്തരപ്പെടാതെ മരിക്കുകയാണെങ്കിൽ നരകത്തിൽ പോകും എന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. അവിടെ കെടാത്ത തീയും എന്തെന്ന പുഴുവും ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെന്തിനാ ഇങ്ങനെ പറയണേ? ഇത് പറയണം. ഇത് പറയുമ്പോൾ എങ്ങനെ നമ്മളതിനെ മനസ്സിലാക്കണം? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് ക്യാൻസർ രോഗമാണ്. അയാൾ ഒരു ഡോക്ടർ പറഞ്ഞു, ഇന്ന മരുന്നുകൾ കഴിക്കുകയാണെങ്കിൽ നീ രക്ഷപ്പെടും. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ രോഗം കൂടി. ഇയാൾ ഡോക്ടറെ അടുത്ത് വീണ്ടും ചെന്നു. അപ്പോൾ പറഞ്ഞു, ഈ മരുന്നൊന്നും കഴിച്ചില്ലേ നിങ്ങൾ? അത് കഴിച്ചില്ല. അത് കഴിച്ചില്ലേ? ഇത് കഴിച്ചില്ലെങ്കിൽ നീ ചാവും എന്ന് പറയണത് അയാൾ ചാവാൻ വേണ്ടിയാണോ? ഇത് നീ കഴിച്ചില്ലെങ്കിൽ നീ ഉടനെ ചാവും, ഇത്ര ദിവസത്തിനകത്ത് നീ ചാവും എന്ന് പറയുന്നത് അയാളെ രക്ഷിക്കാൻ വേണ്ടിയല്ലേ? ഇത് തന്നെയാണ് കർത്താവ് ഈശോ മിശിഹ പറഞ്ഞത്. യഹൂദരോട് പറഞ്ഞു, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ പാപത്തിൽ നിങ്ങൾ മരിക്കും. നിങ്ങളെക്കാളും ആദ്യം ഈ വേശ്യകൾ സ്വർഗത്തിൽ പോകും എന്ന് പറയണതെല്ലാം നമുക്കറിയാം. കർത്താവ് കരുണയാണെങ്കിലും ഈ യഹൂദരോട് പറഞ്ഞ വാക്കുകൾ നോക്കുമ്പോൾ വലിയ കരുണയൊന്നും തോന്നണമായിരിയല്ല പറയണത്. പക്ഷെ അതങ്ങനെ പറയണതിൻ്റെ അർത്ഥം അവരുടെ ആത്മാവിനെ കുറിച്ചുള്ള തീഷ്ണത കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ ഇത്രയും ദൈവത്തെ അറിയാവുന്നവരായിട്ട് പോലും. അപ്പോൾ ഒരു വാക്ക് ഞാൻ പറയാം, അണലി സന്തതികളെ എന്ന് കേൾക്കുമ്പോൾ കർത്താവ് അവരെ അങ്ങനെ പറഞ്ഞു. പക്ഷെ അതാണ് ഭാഷയുടെ പ്രത്യേകതയുണ്ട്. ഈ ഭാഷയുടെ വാക്കുകൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥവും അന്ന് കർത്താവ് ഉദ്ദേശിച്ച അർത്ഥവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന്, അണലി സന്തതികളെ നിങ്ങൾക്ക് നന്മ ചെയ്യാൻ എങ്ങനെ കഴിയും? നിങ്ങൾ തിന്മയായിരിക്കേ ഒന്ന് കൈവീശി കാണിച്ച്. പ്രൈസ് ദ ലോർഡ്. ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മാർത്താണ്ഡം കന്യാകുമാരി, തമിഴാണ് അവിടുത്തെ ഭാഷ, അച്ഛന്മാരെ ധ്യാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ആ ധ്യാനത്തിലും ഇത് തന്നെ പരാമർശമുണ്ടായി. പണ്ടൊരിക്കൽ തമിഴ്നാട്ടിൽ വേറെ ഒരു ഡയസിസിലെ അച്ഛന്മാരെ ധ്യാനിപ്പിച്ചപ്പോൾ കുർബാനയൊക്കെ തമിഴിലാണ്. ആ തമിഴ് കുർബാനയിൽ വചനം വായിച്ചത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. അതിൽ അണലി സന്തതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ എങ്ങനെ നന്മ ചെയ്യാൻ പറ്റും എന്ന ആ വചനം തമിഴിൽ വായിച്ചപ്പോൾ എന്താണ്, വിരയിൻ പാമ്പിൻ പൈതങ്ങളെ നിങ്ങൾ എപ്പടി നന്മ ചെയ്യ മുടിയും? നിരിയൻ പാമ്പിൻ കുട്ടികളെ. നിരിയൻ എന്നാണ്, വിരിയൻ എന്നാണ് എൻ്റെ. അത് പോട്ടെ, അത് നമ്മൾക്ക് ഇപ്പോൾ അണലിപ്പാമ്പിൻ എന്ന് തന്നെ പറഞ്ഞോ അർത്ഥം. അണലിപ്പാമ്പിൻ പൈതങ്ങളെ
എന്ന് പറഞ്ഞ മലയാളത്തിലും അർത്ഥം ശരിയല്ലേ? അണലി സന്തതികളെ എന്ന് പറയുന്ന ആ അണലി സന്തതി എന്ന വാക്കിന് പകരം പാമ്പിൻ കുഞ്ഞുങ്ങളെ എന്ന് പറയാം, പാമ്പിൻ പൈതങ്ങളെ എന്ന് പറഞ്ഞാലും അർത്ഥമൊന്നു തന്നെയല്ലേ? പക്ഷേ അർത്ഥത്തിൻ്റെ അകത്തുള്ള ഒരു ധ്വനി വ്യത്യാസം കണ്ടോ? അപ്പോൾ നമ്മൾ സന്തതി എന്ന് പറയും. ഇതെന്ത് പറയണു? തന്ത, നിന്റെ തന്ത എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് അത്ര നല്ല ധ്വനിയല്ല. തമിഴിൽ എൻ തന്തയേ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട പിതാവേ എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ഭാഷയുടെ പരിമിതിയുണ്ട് ഒരു ദൈവിക കാര്യം മനസ്സിലാക്കാൻ. പ്രത്യേകിച്ച് മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലെല്ലാം വാക്കുകളില്ല. അതിൻ്റെ ഒറിജിനൽ ഗ്രീക്ക്, ഹീബ്രു ഭാഷയുടെ പരിഭാഷ. ഇപ്പോൾ കരുണ എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാവണം നമുക്ക്? ആ വാക്കിൽ നിന്ന് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഹെബ്രായ ഭാഷയിൽ കരുണ എന്നതിന് റഹാമിങ് എന്ന് പറയും, ഹെസദ് എന്ന് പറയും. രണ്ട് വാക്ക് ഉപയോഗിക്കും. ഹെസദ് എന്ന് പറയുമ്പോൾ ഒരു പിതാവിൻ്റെ കരുത്തുള്ള ആ സ്നേഹത്തിൻ്റെ കരങ്ങളാണ് അവിടെ കാണുന്നത്. റഹാമിങ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ ഗർഭം എന്നാണ് അർത്ഥം. റഹാമിങ് എന്ന് പറഞ്ഞാൽ ഗർഭം എന്നാണ് അർത്ഥം. അപ്പോൾ കരുണ എന്നത് ഒരു അമ്മയുടെ ഗർഭത്തിൽ ആ കുഞ്ഞിനെ എങ്ങനെ ഗർഭം പരിഗണിക്കുന്നുവോ അതുപോലെയാണ്. ഇപ്പോൾ ഭയങ്കര ഒരു അർത്ഥമല്ലേ? ഒരു ഗർഭപാത്രത്തിൽ ആ കുഞ്ഞിന് വേണ്ടുന്നതെല്ലാം നൽകിക്കൊണ്ട്, അമ്മയുടെ ജീവരക്തം വരെ നൽകിക്കൊണ്ട് ആ കുഞ്ഞിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന വെള്ളവും രക്തവുമാണ് ആ ഗർഭപാത്രത്തിലുള്ളത്. എന്താണ് ഗർഭപാത്രത്തിലുള്ളത്? വെള്ളവും രക്തവും. പ്രസവിക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്നത് എന്താ? ഈ രക്തവും വെള്ളവും പുറത്തു വരുന്നു. എന്ന പോലെ തന്നെയാണ് യേശു സഭയെ പ്രസവിച്ചപ്പോൾ യേശുവിൻ്റെ കരുണ പ്രസവിച്ചപ്പോൾ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയ വെള്ളവും രക്തവും ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന്, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പൂർണ്ണരൂപം പ്രാപിക്കുന്ന കുഞ്ഞിനെ വേദനിച്ച അമ്മ പ്രസവിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ ഒരു വാക്കിൻ്റെ അർത്ഥം മലയാളത്തിൽ കരുണ എന്നുള്ള വാക്കിൽ വരുന്നുണ്ടോ? അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഭാഷകൾ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നരകം എന്നത് ഒന്നുണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. നരകത്തിൽ ആര് പോകും? ഈ രക്ഷാകര ദിവ്യകാരുണ്യമായ യേശുവിൻ്റെ പീഠാനുഭവത്തിലൂടെ നൽകിയ ഈ രക്ഷയെ തിരസ്കരിക്കുകയും അതിൽ വിശ്വസിക്കാതെ തിരസ്കരിക്കുകയും അതിൻ്റെ ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കാതെ പാപകരമായ ജീവിതത്തിൽ ജീവിച്ച് മനസ്തപിക്കാതെ മരിക്കുന്നവർ നരകത്തിൽ പോകും. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ കാറ്റഗിസത്തിൽ 1033 കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ 36-ലോ 37-ലോ 38-ലോ മറ്റോ പറയുന്നുണ്ട്, ദൈവം ആരെയും നരകത്തിൽ പോകാൻ വേണ്ടി മുൻകൂട്ടി നിശ്ചയിച്ചിട്ടില്ല. 1037 നരകത്തിൽ പോകാൻ ആരെയും ദൈവം മുൻകൂട്ടി നിശ്ചയിക്കുന്നില്ല. കാരണം അതിന് ദൈവത്തിൽ നിന്ന് മനഃപൂർവമുള്ള ഒരു പിന്തിരിയലും അവസാനം വരെ അതിൽ ഉറച്ചു നിൽക്കലും അത്യാവശ്യമാണ്. ആരും നശിക്കാതിരിക്കാനും എല്ലാവരും എല്ലാവരും പശ്ചാത്താപത്തിലേക്ക് വരാനും ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കാരുണ്യത്തിനായി സഭ കുർബാനയിലും തന്റെ വിശ്വാസികളുടെ അനുദിന പ്രാർത്ഥനകളിലും അപേക്ഷിക്കുന്നുണ്ട്.
തുടർന്ന് പ്രാർത്ഥന പോലെ എഴുതിയിട്ടുണ്ട്. പിതാവേ അങ്ങയുടെ കുടുംബം മുഴുവന്റെയും ഈ കാഴ്ച സ്വീകരിക്കണമേ. അങ്ങയുടെ സമാധാനം ഈ കാലയളവിൽ ഞങ്ങൾക്ക് നൽകണമേ. നിത്യശിക്ഷയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് തിരഞ്ഞെടുത്ത അജഗണത്തിൽ ഞങ്ങളെ എണ്ണുകയും ചെയ്യണമേ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ആ ഒരു ഉദാഹരണം, ആ ഒരു സംഭവം, തളർവാദ രോഗിയെ കൂര പൊളിച്ചിറക്കുന്ന സംഭവം വളരെ കൃത്യമായിട്ടുണ്ട് ഇല്ലേ? അതാണ് വിശ്വാസികളായ നമ്മളുടെ ദൗത്യം. വിശ്വാസിയായ നമ്മുടെ ദൗത്യം വിശ്വാസമില്ലാത്തവരെ പലവിധ പ്രവർത്തനത്തിലൂടെയും പരമാവധി നമ്മുടെ വിശ്വാസത്തിലൂടെ അവരെ രക്ഷിക്കാൻ നമ്മുടെ വിശ്വാസത്തിന് സാധിക്കും. അത് സുവിശേഷത്തിൽ ഒരുപാട് സ്ഥലത്ത് കാണാം. ഉദാഹരണത്തിന്, ശതാധിപൻ ഒരു ക്രിസ്ത്യാനിയാണോ? അല്ല. ശതാധിപൻ ഒരു യഹൂദനാണോ? അല്ല. അയാൾ ഒരു റോമ പട്ടാളത്തിൻ്റെ 100 പട്ടാളക്കാരുടെ തലവനാണ് ശതാധിപൻ. അതുകൊണ്ട് തന്നെ അവനൊരു വിജാതീയനായതുകൊണ്ട് വിജാതീയൻ്റെ ഭവനത്തിൽ സജാതീയൻ, അതായത് യഹൂദൻ, പ്രവേശിക്കാൻ പാടില്ല. അതാണ് യഹൂദ നിയമം. എന്നാൽ യേശുവിൻ്റെ അടുത്ത് ഇയാൾ വന്നപ്പോൾ യേശു ആദ്യം പറഞ്ഞതെന്താ? ഞാൻ നിൻ്റെ ഭവനത്തിൽ വന്ന് അവനെ സുഖപ്പെടുത്താം. ശതാധിപൻ വന്ന് പറയണത് എന്തിനെ പ്രതി? അവൻ്റെ ഒരു വേലക്കാരൻ, അവൻ്റെ ഒരു സെർവൻറ്റ്, ഒരു ദാസൻ മരിക്കാൻ പോലും. അങ്ങ് എന്തെങ്കിലും ചെയ്യണം. അതിന് റെക്കമെൻഡ് ചെയ്യാൻ വേറെ കുറേ ആൾക്കാർ ഇല്ലേ? ചിലർ പറഞ്ഞു, ദേ ഈ ശതാധിപൻ നമ്മളുടെ സമൂഹത്തെ സ്നേഹിക്കുന്ന ഒരാളാണ്, ഇയാൾ നമുക്ക് വേണ്ടി ഒരു സിനഗോഗ് വരെ പണിത് തന്നിട്ടില്ല, അതുകൊണ്ട് അങ്ങ് ഇവനെ അനുഗ്രഹിക്കാൻ ഇവൻ അർഹനാണ്. അയാൾ ചോദിക്കണതൊന്നും ഇയാളുടെ കാര്യത്തിനല്ല, വേറെ ഒരാൾ. ഇനി ആ കിടക്കുന്ന ആൾ ക്രിസ്ത്യാനിയാണോ? അല്ല. യഹൂദനാണോ? അല്ല. മറ്റൊരു വിജാതീയൻ. ഈശോ ഉടനെ പറയുകയാണ്, ഞാൻ വന്ന് സുഖപ്പെടുത്താം. കണ്ടോ അതിൻ്റെ എല്ലാം മനോഭാവം നോക്കി, ഈശോയുടെ മനോഭാവം. ഉടനെ അയാൾ പറയുകയാണ്, അങ്ങ് എൻ്റെ ഭവനത്തിൽ വരാൻ ഞാൻ യോഗ്യനല്ല, കാരണം ഞാനൊരു വിജാതീയനാണ്. അങ്ങയെ സംബന്ധിച്ച് അത് വലിയ റിസ്ക്കാണ്, അതുകൊണ്ട് അങ്ങ് അവിടം വരെ വരണ്ട. കണ്ടോ പിന്നെ എന്താ പറയണത്? നീ ഒരു വാക്ക് ഇവിടെ നിന്നുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞാൽ എൻ്റെ ഭൃത്യൻ സുഖപ്പെടും. വീണ്ടും രോമാഞ്ചം ഉണ്ടാവുന്നു. വിശ്വാസം കണ്ടോ? ഇത് കണ്ടിട്ട് ഈശോ യഹൂദരായ ആ ഫരിസേയരും നിയമജ്ഞരോടെല്ലാം പറയുകയാണ്, ഇതുപോലെ ഒരു വിശ്വാസം നമ്മൾ, ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ യഹൂദർ, അവരുടെ ഇടയിൽ പോലും കണ്ടിട്ടില്ല. അപ്പം ഇതിൽ നിന്ന് ഒരു കുറ്റപ്പെടുത്തലല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. വിശ്വാസം അതുപോലെ ലോകം മുഴുവനിലും കൊടുക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കണം. വിശ്വാസം ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. നമുക്കറിയാം, ഈ ഈശോയുടെ ആ ദൗത്യ യാത്രയിലെല്ലാം ഒരുപാട് പേരെ ഈ വിശ്വാസത്തിൻ്റെ ഒരു സാക്ഷ്യമായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു സ്ത്രീ ഈശോയുടെ അടുത്ത് വന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ, ഇതങ്ങ് അവസാനിപ്പിക്കാം. ഇവിടെ ആരുടെ വിശ്വാസത്തിലൂടെയാണ് ആ ദാസന് സൗഖ്യം കിട്ടുന്നത്? ശതാധിപൻ്റെ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിശ്വാസമില്ലാതെ തളർന്നും മരിച്ചും പോകുന്നവർ ഉണ്ടെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നവരുടെ വിശ്വാസം അവർക്ക് ഈ ദൈവത്തിൻ്റെ കൃപ ഒഴുകാനുള്ള ഒരു ചാനലാണ്. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ
അവർ രക്ഷിക്കപ്പെടും. നമ്മുടെ പ്രാർത്ഥന ഇതാണ്. എന്താ നമ്മുടെ പ്രാർത്ഥന? ഓ എൻ്റെ ഈശോയേ, എല്ലാവരും ശബ്ദമുയർത്തി ഏറ്റു പറഞ്ഞുകൊണ്ട്, ഓ എൻ്റെ ഈശോയേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങയുടെ കാരുണ്യം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളവരെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ വിശ്വാസത്തിന് അത്രയും വലിയ ഒരു കപ്പാസിറ്റി ഉണ്ടെന്ന്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിന്, ഇത് ശതാധിപനൊന്നും ക്രിസ്ത്യാനി പോലുമല്ല എന്ന് പറഞ്ഞാൽ മാമോദിസ സ്വീകരിച്ചിട്ടില്ല, പക്ഷെ വിശ്വാസമുണ്ട്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ മാമോദിസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാനയിലൂടെ മറ്റൊരു ക്രിസ്തു ആയിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കാതിരിക്കുമോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥനയിലൂടെ നിരവധി അവിശ്വാസികളും വിശ്വാസത്തിൽ തന്നെ തളർന്നു കിടക്കുന്ന ക്രിസ്ത്യാനികളും, ഏത് നമ്മൾ ക്രിസ്ത്യാനികൾ ഒരുപാടുണ്ടെങ്കിലും ചിലർ നമുക്കറിയാം, നമ്മളവരെ വിധിക്കുകയല്ല, അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല, അവർ പള്ളിയിൽ പോകണില്ല, അവർ കുമ്പസാരിക്കണില്ല, അവരൊന്നും ചെയ്യുന്നില്ല. നമ്മൾ അവരോട് കരുണയോടെ കാണുകയും, വിഷമിക്കേണ്ട ചേട്ടാ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നിങ്ങളൊരു ദിവസം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പോൾ അവരോട് കരുണയോടെ നമ്മൾ പെരുമാറുകയാണെങ്കിൽ നമ്മുടെ വിശ്വാസത്തിലൂടെ അവരെല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരും. അപ്പോൾ നമുക്കുള്ളൊരു സംശയം, ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ ആൾക്കാർ പള്ളിയിൽ വരെ വരില്ല. നീ പ്രാർത്ഥിച്ചോട്ടോ, ഞാനിവിടെ കിടന്നോളാം. അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. വിശ്വാസം ഒരുവന് ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. എല്ലാവർക്കും ഈ ദാനം കൊടുത്തിട്ടുണ്ടെങ്കിലും അതിങ്ങനെ വരണ്ട് മുരടിച്ച് ദൈവവചനം കേൾക്കാതെ, ആ പച്ചപ്പുല്ല് തിന്നാതെ, ആ ജലാശയത്തിലേക്ക് പോകാതെ ഇങ്ങനെ കിടക്കുകയാണവർ. അതുകൊണ്ടാണ് നമ്മുടെ ഈ ബൈബിൾ പഠന പദ്ധതിയൊക്കെ ആവശ്യം. ഇപ്പം നിങ്ങൾ എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കാം ബൈബിൾ പഠിക്കാൻ വരുന്നിരിക്കുന്നത്. ആഴ്ചയിൽ 3 ദിവസം. അങ്ങനെ നമ്മൾ വികസിക്കണം. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് സമയം ചെലവാക്കണം. TV കാണാൻ എന്തോരം സമയം, വെറുതെ ആവശ്യമില്ലാതെ ചീട്ട് കളിച്ച് നടന്നിരുന്ന കാലഘട്ടം ഇല്ലേ? ചീട്ടുകളി. ചിലവർക്ക് ചീട്ട് കളിക്കാനിരുന്നാൽ പിന്നെ ഞായറാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ ചീട്ടുകളി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, മനുഷ്യൻ സമയം കളയണത് ഈ ചീട്ട് കളിച്ചും ചുമ്മാ വർത്താനം പറഞ്ഞും ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. രാവിലെ എഴുന്നേറ്റ് കുറേ മണിക്കൂറുകൾ ന്യൂസ് പേപ്പർ വായിച്ച്, എന്ത് ന്യൂസാണ് അതിനകത്തുള്ളത് നമുക്കറിയാം. ഇങ്ങനെ സമയം ചെലവാക്കുന്നത് ജ്ഞാനമല്ല. നമ്മുടെ ടോപ്പിക്ക് ജ്ഞാനമാണ് വാസ്തവത്തിൽ. അപ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ ധാരാളം പ്രാർത്ഥിക്കുകയും, നമ്മൾ വിശ്വാസികളായ നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ദൗത്യം നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുക എന്നതിനേക്കാൾ ഉപരി, അല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് ഗ്യാരണ്ടിയാണ്, എന്നാൽ നമ്മുടെ വിശ്വാസത്തിലൂടെ അനേകം മറ്റുള്ളവരെ രക്ഷിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രൈസ് ദ ലോർഡ്. ഒന്ന് എഴുന്നേറ്റ് നിന്ന് കരമുയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട്, കൂടെയുണ്ട്, 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 കൂടെയുണ്ട്. എല്ലാവരും കൈയടിച്ച്, കൂടെയുണ്ട്, 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 കൂടെയുണ്ട് ദൈവം.
മതി മതി മതി. ഇനി ഒരു ജയ് വിളിക്കാൻ പോവുകയാണ്. ഈ ഉത്തരേന്ത്യയിലൊക്കെ ഞങ്ങൾ ഹിന്ദി കൺവെൻഷൻ നടത്തുമ്പോൾ എങ്ങനെയെന്ന് പറഞ്ഞാൽ ജയ് വിളിക്കാൻ അറിയോ? യേശുവിൻ്റെ നാമം പറഞ്ഞ് ജയ് വിളിക്കുമ്പോൾ യേശുവിൻ്റെ നാമം പറയുമ്പോൾ തന്നെ ശക്തിയാണ്. എന്താ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം? എന്താ യേശു എന്ന വാക്കിൻ്റെ അർത്ഥം? കണ്ടോ, രക്ഷകൻ വരെ ആയിട്ടുള്ളൂ നിങ്ങൾ. അതല്ല ശരിയായ അർത്ഥം. കണ്ടോ, ഇനി ആരെങ്കിലും പറയാമോ? ദൈവം രക്ഷിക്കുന്നു. രക്ഷയുണ്ട്, പക്ഷേ രക്ഷ പരിസരരുടെ രക്ഷയല്ല. അവർ പറയണത് ഞങ്ങൾ നിയമം പാലിച്ചാൽ ഞങ്ങൾ രക്ഷിക്കപ്പെട്ടു. അപ്പോൾ പിന്നെ ദൈവം എന്ത് ചെയ്തു? യേശു എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാവരും നേരിട്ട് പറഞ്ഞ് ദൈവം രക്ഷിക്കുന്നു. ഉച്ചത്തിൽ പറഞ്ഞേ ദൈവം രക്ഷിക്കുന്നു. കേട്ടോ, അതിൽ തന്നെ ഒരു ധ്വനിയുണ്ട്. മനുഷ്യന് സ്വയം രക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഫരിസേയരും നിയമച്ചരും 10 പ്രമാണങ്ങൾ ഞങ്ങൾ കൃത്യം പാലിച്ചാൽ രക്ഷിക്കപ്പെടും എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അതല്ല രക്ഷ, മറിച്ച് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോഴാണ് രക്ഷ ഉണ്ടാകുന്നത്. റെഡി? എല്ലാവരും നിങ്ങളുടെ മുഴുവൻ ശബ്ദം ഒന്ന് എടുക്കാനുള്ള ഒരവസരമാണ്. എന്തോരം ശബ്ദം നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ട് എന്ന് ദൈവം ഇപ്പോൾ അറിയാൻ പോവുകയാണ്. റെഡി? റെഡി? ബോലോ പ്രഭു യേശു ക്രിസ്തു കീ. ശരിയായില്ല. മുഴുവൻ എടുത്തില്ല. ഒന്ന് മുഴുവൻ എടുത്തു. ഇന്നലെ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ കുറേ നേരം വണ്ടി അവിടെ തടഞ്ഞിട്ടു. എന്താ? ജാഥ ജയ് വിളിക്കണം. എന്താവേശമാണ് ജയ് വിളിക്കാൻ. ഞങ്ങൾ ആലോചിച്ച്, ദൈവമേ, ഈ ആവേശം കർത്താവിന് വേണ്ടി ഒന്ന് ജയ് വിളിക്കാനുണ്ടായിരുന്നെങ്കിൽ, ഇല്ലേ? കർത്താവിന് വേണ്ടി മുഴുവൻ ആവേശത്തോടെ ഒന്ന് ജയ് വിളിക്കാം. ഒരിക്കൽ കൂടി ബോലോ പ്രഭു യേശു ക്രിസ്തു കീ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. രാജാവോं की राजा की, राज राजेश्वर की जय बोलो, जय बोलो. കൈയടിച്ച് जय बोलो, जय बोलो. यीशु मसीहा की जय बोलो, जय बोलो, जय बोलो. यीशु मसीहा की जय बोलो. पाड़ पाड़. जय बोलो, जय बोलो. यीशु मसीहा की जय बोलो. बोलो प्रभु यीशु क्रिस्तु की. बैठिए. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1,00,000 പേര് ഇതേമാതിരി ജയ് വിളിക്കുകയാണെങ്കിൽ, അപ്പോൾ യുഗാന്ത്യം എന്ന് പറയുമ്പോൾ ഈ ഭാരതവാസികൾ എല്ലാവരും ജയ് വിളിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. ഈ ഭാരതം മുഴുവനുമുള്ള എല്ലാവരും യേശു മസിഹാ കീ എന്ന് പറയുമ്പോൾ ജയ് വിളിക്കണം. അങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാകുമെന്ന് എനിക്ക് 100% വിശ്വാസമാണ്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാവുന്നുണ്ടോ? എത്ര വലിയ പാപിയായാലും അവനെല്ലാം നമ്മൾ ആ തളർവാദ രോഗിയെ പൊക്കിയെടുത്ത മാതിരി ഈശോൻ്റെ അടുത്തേക്ക് വരും. അവൻ യേശുവിനെ കാണും, യേശുവിൻ്റെ അനുഭവം ഉണ്ടാവും. അവൻ്റെ തളർവാദമൊക്കെ മാറി അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് യേശു മസിഹാ കീ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ 19-ാം സങ്കീർത്തനം കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് വേഗം പറയാം. അപ്പോൾ 19-ാം സങ്കീർത്തനത്തിൻ്റെ ഈ ആദ്യത്തെ ഭാഗം ഒരു സിനോപ്സിസ് പോലെ ഈ രക്ഷാകര പദ്ധതികളുടെ മുഴുവനും ഒരു യുഗാന്ത്യം വരെയുള്ള കാര്യമാണ് അവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അടുത്ത സ്റ്റാൻസയിൽ ഇനി ഈ അനുഭവത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് എന്തൊക്കെ ചെയ്യണം ഒന്ന് പാടാം. കർത്താവിന്റെ നിയമം അവികലമാണത്, ആത്മാവിന് പുതുജീവൻ പകരുന്നു. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണത്, വിനീതരെ വിജ്ഞാനികളാക്കുന്നു. കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണത്,
മാണവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു. കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണത്, കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു. ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ഈ കൽപ്പന പ്രമാണം എന്ന് പറഞ്ഞാൽ ഉടനെ ചിന്തിക്കുന്നത് 10 കൽപ്പനകളെ കുറിച്ചാണ്. ഈ 10 കൽപ്പനകൾ ഫരിസേയരെ പഠിപ്പിക്കുകയും അതനുസരിച്ചില്ലെങ്കിൽ കഠിനമായ ശിക്ഷ ഉണ്ടാകുമെന്ന് പറയുകയും ചെയ്യുന്നത് കേൾക്കുമ്പോൾ ഹൃദയത്തിന് വല്ല സന്തോഷം ഉണ്ടാവുമോ? അപ്പം ഏത് കാര്യമാണ് ഈ ഹൃദയത്തിനെ സന്തോഷിപ്പിക്കുന്നൊരു പാടി? കർത്താവിന്റെ കൽപ്പനകൾ നീതിയുക്തമാണവ, കർത്താവിന്റെ നിയമം അവികലമാണത്, ആത്മാവിന് പുതുജീവൻ പകരുന്നു. ഹോൾഡ് ഓൺ. ഇതേത് നിയമമാണ്? കർത്താവിൻ്റെ നിയമം അവികലമാണ്, അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു. ഈ ആത്മാവിന് പുതുജീവൻ പകരുന്നത് യേശുക്രിസ്തു കൊണ്ടുവന്നിരിക്കുന്ന പുതിയ നിയമമാണ്. മനസ്സിലായ? മരണത്തിൻ്റെ നിയമമല്ല, അത് പുതുജീവന്റെ നിയമമാണ്, ജീവൻ പകരുന്ന നിയമമാണ്. ഇത് ഭയങ്കര കാര്യമാണിത്. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ നേരത്തെ കേട്ടില്ലേ, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം, ആ വാക്കിനെ ഇങ്ങനെ ഒന്ന് പറയും, രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ലോകം മുഴുവനും പ്രഘോഷിക്കുക. ഏത്? ഫരിസേയരും നിയമജ്ഞരും പറയുന്ന ആ പ്രബോധനം അല്ല, അതിൽ ജീവനില്ല. ആ പ്രബോധനം കൊല്ലുന്നതാണ്. നീ നിയമം അനുസരിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും. അതുകൊണ്ട് പേടിച്ചിട്ട് നിയമം അനുസരിക്കുകയാണ്. അതേ സമയത്ത് ഈശോ വന്നിട്ട് പറയാണ്, നിന്റെ ആ ഭാരം എന്നെ ഏൽപ്പിക്കൂ, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ഏറ്റെടുക്കാം, നിന്നെ ഞാൻ തോളിലേറ്റി സ്വർഗത്തിൽ കൊണ്ടുപോകും, നീ എന്നെ അനുഗമിക്കുക, നീ എന്നെ അനുഗമിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എല്ലാം ചെയ്തോളാം. കണ്ടോ, ഞാൻ നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. നീ എന്നെ, ഒറ്റ കാര്യം, നീ എന്നെ അനുഗമിക്കുക, നീ എന്നെ അനുഗമിക്കുക. വീട്ടും ഇടയൻ ആടിൻ്റെ പോലെ തന്നെ ആയില്ലേ? ഞാൻ പോയി നിനക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി ഞാൻ വീണ്ടും വന്ന് ഞാനായിരിക്കുന്നിടത്ത് നീയുമായിരിക്കാൻ വേണ്ടി ഞാൻ നിന്നെയും കൂട്ടിക്കൊണ്ട് പോകും. നമുക്ക് തോന്നുമ്പോൾ ഇത്രയും സ്നേഹമാണോ ഈ കർത്താവെന്ന് തോന്നിപ്പോവില്ലേ? ആണ്. അപ്പോൾ അങ്ങനെ ഉള്ള ആ കൽപ്പന, അതേത് കൽപ്പനയാ? പുതിയ നിയമമാണത്, പുതിയ നിയമം. കർത്താവിൻ്റെ നിയമം അവികലമാണത്, ആത്മാവിന് പുതുജീവൻ പകരുന്നു. കണ്ടോ? ഇനി കാറ്റഗിസത്തിൽ നോക്കാം. 1965 പറയുകയാണ്, വായിച്ചോളൂ. എന്താണ് ഈ പുതിയ നിയമം? 1965 പുതിയ നിയമം അഥവാ സുവിശേഷ നിയമം ലോകത്തിൽ സ്വാഭാവികമായും ആവിഷ്കൃതവുമായ ദൈവിക നിയമത്തിന്റെ പൂർത്തീകരണമാണ്. നിയമം കണ്ടോ? നിയമം ദൈവിക നിയമത്തിന്റെ പൂർത്തീകരണമാണ് അത് ഈ പുതിയ നിയമം. അത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. അത് പ്രത്യേകമാം വിധം മലയിലെ പ്രസംഗത്തിൽ പ്രകാശിതവുമായിരിക്കുന്നു. അതാരുടെ പ്രവൃത്തിയാണ്? ക്രിസ്തുവിന്റെ പ്രവൃത്തി. ഫരിസേയരും നിയമജ്ഞരും പറഞ്ഞിരുന്ന നിയമം മനുഷ്യന്റെ പ്രവൃത്തി. 10 കൽപ്പനകൾ മനുഷ്യന്റെ പ്രവൃത്തിയാണ്. എന്നാൽ ഈശോ പറഞ്ഞു, അത് ഞാൻ പൂർത്തിയാക്കാനാണ് വന്നിരിക്കുന്നത്. ആര് പൂർത്തിയാക്കും? ക്രിസ്തു പൂർത്തിയാക്കും. നമ്മിൽ ക്രിസ്തു വസിക്കുമ്പോൾ അതിനെ നമുക്ക് വേറെ വിധത്തിൽ ചിന്തിക്കാം. പെട്ടെന്ന് അടുത്ത വചനം കൂടി വായിച്ചേ. അത് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവിലൂടെ സ്നേഹത്തിന്റെ നിയമം ആന്തരികമായി തീരുന്നു. ഞാൻ ഇസ്രായേൽ ഭവനവുമായും
യൂദാഭവനവുമായും ഒരു പുതിയ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സുകളിൽ നിക്ഷേപിക്കും, അവയെ അവരുടെ ഹൃദയങ്ങളിൽ എഴുതുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമായിരിക്കുകയും ചെയ്യും. അവരുടെ പാപങ്ങളുടെ മേൽ ഞാൻ കരുണയുള്ളവനായിരിക്കും. ഞാനത് ഓർക്കുക പോലുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, പരിശുദ്ധ പിതാവ് ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയാണ്, ഞാനൊരു തമാശ രൂപത്തിൽ പറയട്ടെ, നമ്മുടെ ഈ ദൈവത്തിന് ഇച്ചിരി ഓർമ്മക്കുറവുണ്ടെന്ന്. എന്തൊരു സരളമാണില്ലേ, നമ്മുടെ ദൈവത്തിന് കുറച്ച് ഓർമ്മക്കുറവുണ്ട്. ഞാൻ ചിലപ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്ങേക്ക് ഇത്തിരി ഓർമ്മക്കുറവ് എന്താ? ഞാൻ ഇത്രയും പാപമൊക്കെ ചെയ്തിട്ട് അതൊന്നും ഓർത്തിരിക്കാത്ത എന്താ? ഈ കാര്യത്തിൽ അങ്ങേർക്ക് ഓർമ്മക്കുറവുണ്ടെന്ന്. എന്താണ് ഓർമ്മക്കുറവ്? മനുഷ്യൻ്റെ പാപങ്ങളൊന്നും ദൈവം ഓർക്കാറില്ല. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നമ്മളെപ്പോഴും ഇതങ്ങ് വിശ്വസിക്കുമ്പോൾ നമുക്കും കുറച്ച് ഓർമ്മക്കുറവുണ്ടാകണം. എന്ത് കാര്യത്തിൽ ഓർമ്മക്കുറവുണ്ടാകണം? അമ്മായിയമ്മ മരുമോൾ ചെയ്ത തെറ്റിനെ കുറിച്ചൊക്കെ ഓർമ്മക്കുറവുണ്ടാകണം. മരുമോൾ അമ്മായിയമ്മ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർമ്മക്കുറവുണ്ടാകണം. നമ്മളിതെല്ലാം ഓർത്തിരുന്നുണ്ട്. കണ്ടോ, നീ അന്ന് പറഞ്ഞതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, നിന്നെ ഞാൻ അന്ന് 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 അപ്പോ ഇതെല്ലാം നമ്മുടെ അകത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പഴയ നിയമമാണ്, പഴയ നിയമം. അതാണ് നിയമാവർത്തന ഗ്രന്ഥത്തിൽ, നിയമാവർത്തന ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ അർത്ഥം? ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച്. ഇത് തന്നെയാണ് ഫരിസേയരും നിയമിച്ചൊരു സിനഗോഗിൽ. അപ്പോൾ ഈശോ അവൻ അവരുടെ സിനഗോഗുകളിൽ പഠിപ്പിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം. സിനഗോഗിൽ ആരാ പഠിപ്പിക്കുന്നത്? എന്താ പഠിപ്പിക്കുന്നത്? സിനഗോഗ് ക്രിസ്ത്യാനികളുടെ കാറ്റഗിസത്തിൻ്റെ സ്ഥലമാണോ? സിനഗോഗ് ഫരിസേയരും നിയമജ്ഞരും ഒരു ലോ കോളേജ് പോലെ നിയമവും അതിൻ്റെ ശിക്ഷകളും പഠിപ്പിക്കുന്ന സ്ഥലമാണ് സിനഗോഗ്. അപ്പോൾ ഉദാഹരണത്തിന് അവിടെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, കണ്ടിട്ടില്ലേ? സാബത്ത് ആചരിക്കണം. സാബത്ത് ആചരിക്കുന്നതിന് 150 നിയമങ്ങളുണ്ട്. ഈ 150 നിയമങ്ങളും നിങ്ങൾ പാലിക്കണം. നിങ്ങൾക്കറിയോ, നിയമാവർത്തന ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ സംഖ്യയുടെ പുസ്തകത്തിൽ സാബത്ത് ദിവസം സിനഗോഗിൽ പഠിപ്പിക്കുകയാണെന്ന് വിചാരിച്ചോ? ഞാനിപ്പോൾ സിനഗോഗിൽ പഠിപ്പിക്കുകയാണ്. നിയമാവർത്തന ഗ്രന്ഥത്തിൽ അല്ലെങ്കിൽ സംഖ്യയുടെ പുസ്തകത്തിൽ 15-ാം അധ്യായത്തിൽ സാബത്ത് ദിവസം ഒരുവൻ വിറക് പെറുക്കാൻ പോയി. എന്തിനാ? അവന് കഞ്ഞി വയ്ക്കാനായിട്ട്, നിവർത്തിയില്ലാഞ്ഞിട്ട്. പക്ഷേ അവർ പിടിച്ചു. 2 സാക്ഷികളുണ്ട്. 2 സാക്ഷികളുണ്ടായാൽ നിയമം അനുസരിച്ച് സാബത്ത് ദിവസം സാബത്ത് അശുദ്ധമാക്കിയാൽ അവനെ വലിയ തെറ്റാണ്, കല്ലെറിഞ്ഞ് കൊല്ലണം. ഇതെല്ലാം കേൾക്കുമ്പോൾ ഈ കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഇത് നിങ്ങൾക്ക് കേട്ടിട്ട് വല്ല സന്തോഷം തോന്നുന്നുണ്ടോ? സാബത്ത് ദിവസം വിറക് 2 ചുള്ളി കമ്പ് പിറക്കാൻ പോയി. അത് കണ്ടുപിടിച്ചു, സാക്ഷികളടക്കം കൊണ്ടുവന്നു, സിനഗോഗ് അധികാരികളുടെ അടുത്ത് കൊണ്ടുവന്നു. അവർ പറഞ്ഞു, അയ്യോ നീ എന്തോ ഒരു വലിയ തെറ്റാ ചെയ്തത്, ഇതിന് വലിയ ശിക്ഷയാണ്, അതുകൊണ്ട് ഞങ്ങളൊക്കെ പറ്റില്ല, ഹൈക്കോടതിയിൽ പോകണം. ഹൈക്കോടതി എന്ന് പറഞ്ഞാൽ ആരാ? മോശയും അഹ്റോനുമാ. അവര് മോശയും അഹ്റോന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മോശയും അഹ്റോനും പറഞ്ഞു, അയ്യോ നീ എന്താണ് ചെയ്തത്, ഇതിന് വലിയ ശിക്ഷയാണ്. അങ്ങനെ അവർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ ശിക്ഷ അവനെ പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞ് കൊല്ലുക എന്നതാണ്. അങ്ങനെ ഈ സാബത്ത് ദിവസം വിറക് പിറക്കിയവനെ കല്ലെറിഞ്ഞ് കൊന്നു. ഈ നിയമം നിലവിൽ നിൽക്കുമ്പോഴാണ് കർത്താവ് ഈശോ സാബത്ത് ദിവസം വന്നിട്ട് പറയാണ്, നീ കട്ടിലെടുത്ത് നടക്കാൻ. കണ്ടോ, അവർ കല്ലെറിയാൻ പോയത് വെറുതെ ആണോ? അവർ നിയമപ്രകാരം ഇപ്പോൾ ഈ യേശുവിനെ കല്ലെറിയണം. പക്ഷെ യേശു അവരോട് ചോദിച്ചു, നിങ്ങളുടെ ഒരാട് കിണറ്റിൽ വീണാൽ സാബത്ത് ദിവസം നിങ്ങൾ അതിനെ പൊക്കാറില്ലേ? കണ്ടോ, ഈ ഫരിസേയരുടെ ഡബിൾ സൈഡാണ്. അവർ പൊതുവേ പരസ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയും, അവരവരുടെ കാര്യത്തിൽ ഒരു നിയമമില്ല.
കണ്ടോ, പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരാടോ ഒരു കാളയോ സാബത്ത് ദിവസം കിണറ്റിൽ വീണാൽ നിങ്ങളതിനെ പൊക്കിയെടുക്കാറില്ലേ? ഉടനെ ഇവരുടെ കയ്യിൽ നിന്ന് കല്ലൊക്കെ താഴെ വീണു. എന്തിനാ ഇത് പറഞ്ഞത്? അപ്പോൾ ഈ നിയമം പരിശുദ്ധാത്മാവിലൂടെ ഈ നിയമം നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിയുമ്പോൾ സ്നേഹമാണ് ഈ നിയമത്തിൻ്റെ അന്തസത്ത. അത് മോശയുടെ കൽപ്പനയിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ 10 കൽപ്പനകളും 2 കൽപ്പനകളിൽ സംഗ്രഹിക്കാം. എന്താണ് ആ 2 കൽപ്പന? നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടെയും സ്നേഹിക്കുക, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പോൾ 10 കൽപ്പനകളുടെയും അന്തസത്ത എന്താണ്? സ്നേഹമാണ്. ഒന്നെല്ലാവരും പറഞ്ഞ് കൈവീശി കാണിച്ച്, ഈ 10 കൽപ്പനകളുടെയും അന്തസത്ത എന്താണ്? സ്നേഹമാണ്. ഈ സ്നേഹം പഴയ നിയമത്തിൽ ലഭ്യമല്ല. എന്തുകൊണ്ട്? കർത്താവ് ഈശോ മിശിഹായാകുന്ന ദൈവത്തിൻ്റെ സ്നേഹം വന്നിട്ടില്ല. കർത്താവ് ഈശോ മിശിഹ വന്നിട്ട് പറയുകയാണ്, ഞാൻ മറ്റൊരു സഹായകനെ കൂടി നിനക്ക് തരാം. അതാരാണ്? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് എന്ത് കൊണ്ടുവരുന്നു? ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഈശോ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് കൽപ്പനകളെ റദ്ദാക്കാനല്ല, അതിനെ പൂർത്തിയാക്കാനും. അതാണ് പുതിയ നിയമം. അപ്പോൾ പുതിയ നിയമത്തിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒഴുകുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാനും പറ്റും, സഹോദരനെ സ്നേഹിക്കാനും പറ്റും. ആ അർത്ഥത്തിലാണ് പുതിയ നിയമമാണ്. പടിയൊന്നുകൂടി പടി. അവിടുത്തെ നിയമം കർത്താവിന്റെ നിയമം അവികലമാണത്, ആത്മാവിന് പുതുജീവൻ പകരുന്നു. പുതുജീവൻ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ഓക്കെ, ഇനി അടുത്ത് വായിക്കാം, അടുത്ത് പാടാം. കർത്താവിന്റെ സാക്ഷ്യം വിശ്വാസ്യമാണത്, വിനീതരെ വിജ്ഞാനികളാക്കുന്നു. മതി. അപ്പൊ ഈ സാക്ഷ്യം എന്ന് പറയുന്നത് ആ ദൈവവുമായിട്ടുള്ള ഒന്നാകൽ നമ്മളിലേക്ക് എന്ത് പകരുന്നു? ജ്ഞാനം പകരുന്നു. അങ്ങനെയാണ് നമുക്ക് ജ്ഞാനസ്നാനം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഈ ഇപ്പം തന്നെ ഇന്ന് നമ്മൾ കേട്ടതിൽ പലരും സാക്ഷ്യപ്പെടുത്തിയപ്പോൾ പറഞ്ഞു, മാനുഷികമായ ബുദ്ധിയിലാണ് നമ്മൾ ഇന്നതിനെ കണ്ടിരുന്നത്. പക്ഷെ ഇന്ന് നമുക്ക് അതിനപ്പുറത്ത് ഒരു ദൈവിക ജ്ഞാനം കിട്ടിയില്ലേ? പക്ഷെ ഈ ദൈവിക ജ്ഞാനം ഇപ്പം കിട്ടിയതല്ല. ഈ ദൈവിക ജ്ഞാനം യേശുക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിലൂടെ ജ്ഞാനസ്നാനത്തിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. ജ്ഞാനസ്നാനത്തിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും ഈ ജ്ഞാനം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആ ജ്ഞാനം നമ്മളിൽ ഉള്ളത് ഇപ്പോൾ തുറക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനിയും നമ്മൾ ചെയ്യേണ്ടത് ഈ ജ്ഞാനത്തിൻ്റെ പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ട് ദൈവമേ ജ്ഞാനം നൽകണേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം ആ സോളമന് ലഭിച്ച ജ്ഞാനത്തേക്കാൾ വലിയ ജ്ഞാനം യേശുവിലൂടെ നമുക്ക് തന്നിരിക്കുന്നു. അഥവാ സോളമൻ പ്രാർത്ഥിച്ച ആ ജ്ഞാനം യേശുവിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ആ ജ്ഞാനത്തിൻ്റെ വിവിധ അർത്ഥങ്ങളാണ് സോളമൻ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ പറയുകയാണ്, അതിൽ ജ്ഞാനം എങ്ങനെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് 5 കാര്യം പറഞ്ഞിരിക്കുന്നുണ്ട്, പെട്ടെന്ന് പറയാം. ജ്ഞാനം 6-ാം അധ്യായത്തിൽ 14-ാമത്തെ വചനത്തിൽ പറയുകയാണ്, പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവരെ കണ്ടുമുട്ടാം. അവൾ വാതിൽക്കൽ തന്നെ നിൽപ്പുണ്ട്. പ്രഭാതം എന്ന് പറഞ്ഞാൽ 7 മണിയല്ല, 6 മണിയുമല്ല, ഒരു 4 മണിക്കെങ്കിലും എണിക്കണം. ഞാൻ എന്നും 4 മണിക്ക് എണിക്കും. എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു സഹായം ചെയ്യാൻ പറ്റും. ഞാൻ എണിക്കണ സമയത്ത് എൻ്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആത്മാവിൽ പ്രവേശിക്കാൻ പറ്റും. പ്രൈസ് ദ ലോർഡ്. എന്നിട്ട് നിങ്ങളെ ഉണർത്താൻ പറ്റും. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു സമ്മതം തന്നാൽ മതി. സമ്മതമുണ്ടോ? നാളെ 4 മണിക്ക് ഞാൻ എണിക്കണ സമയത്ത് നിങ്ങളും എണിക്കപ്പെടും. ഒന്ന് പരീക്ഷണാർത്ഥം നോക്കണോ?
എത്ര പേർക്ക് അങ്ങനെ വേണമെന്ന് കരമുയർത്തിയേ? ചുമ്മാ എണിക്കാനല്ല, ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കേട്ടോ. ഒന്ന് കരമുയർത്തുക. കരമുയർത്തുന്നതോടൊപ്പം നിങ്ങൾ സമ്മതിക്കണം. കരമുയർത്തി പിടിച്ചോ. എന്താ സമ്മതിക്കേണ്ടത്? കർത്താവേ, പ്രാർത്ഥിച്ചോ. കർത്താവേ, നാളെ രാവിലെ 4 മണിക്ക് തോമസ് പോൾ എണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിലൂടെ എൻ്റെ ആത്മാവിനെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളെല്ലാവരിലും ഒരേ ഒരുവനാണല്ലോ, ഒരേ ആത്മാവാണല്ലോ. പരിശുദ്ധാത്മാവേ, തോമസ് പോളിൻ്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നീ തന്നെയാണല്ലോ ഞങ്ങളുടെ ഉള്ളിലും വസിക്കുന്നത്. അതുകൊണ്ട് നാളെ രാവിലെ 4 മണിക്ക് ഞങ്ങൾ ഉണരാൻ ഞാൻ സമ്മതിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ അലാറം ഞങ്ങളിപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നു. സെറ്റ് ചെയ്തു. ഒന്ന് നോക്കണമെന്ന് ഇല്ലേ? ആകാംക്ഷയാണ്. കൃത്യമായിട്ട് ചിലപ്പോൾ 3:50 എണിക്കും കേട്ടോ. 3:50 എണീറ്റാൽ പിന്നെ ഉറങ്ങരുത്, പിന്നെ ഇരുന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ട് എന്ത് പ്രാർത്ഥിക്കണം? ജ്ഞാനത്തിൻ്റെ പുസ്തകം തുറന്ന് 6-ാം അധ്യായം എടുത്തിട്ട് വായിക്കുക. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊന്ന് 3:6-11 പറയുന്നത് ഇതാണ്: എൻ്റെ വചനങ്ങളിൽ അഭിലാഷമർപ്പിക്കുവിൻ, അവയോട് തീവ്ര അഭിനിവേശം കാണിക്കുവിൻ, നിങ്ങൾക്ക് ജ്ഞാനം ലഭിക്കും. ഓക്കെ, ഇനി നിർത്തുകയാണ്. ഇനി ബാക്കിയുള്ളത് നിങ്ങൾ വായിച്ചോ. അപ്പോൾ നാളെ രാവിലെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരത്ത് തന്നെ ഈ 6, 7, 8, 9 ഈ 4 അധ്യായം ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് ഒരുപാട് ജ്ഞാനം കിട്ടും. അപ്പം നമുക്ക് നാളെ കൂടുതൽ വലിയ കാര്യങ്ങൾ ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ ഈശോയെ എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈശോയെ നമ്മുടെ മധ്യത്തിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. എഴുന്നള്ളുന്നു രാജാവ്, എഴുന്നള്ളുന്നു. പാടാം.